സരസ്വതി അക്വാ ഫാമിൻ്റെ അക്വാപോണിക്സ് കൃഷി കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. അക്വാപോണിക്സ് കൃഷി പച്ചക്കറി കൃഷി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വളരെയധികം ഉപകാരപ്രദം ആകുന്ന ഒരു കൃഷി രീതിയാണ് അക്വാപോണിക്സ്. കാര്യം അക്വാപോണിക്സിൽ അകലം പാലിക്കൽ ഒന്നും നമുക്ക് ഇവിടെ ഒരു മാനദണ്ഡമല്ല. കാര്യം ഇതിൻ്റെ ചുവട്ടിൽ വളവും വെള്ളവും എല്ലാം കൃത്യസമയത്ത് വരുന്നത് കാരണം ചെടികൾ നന്നായിട്ട് വളരും. ഇവിടെയൊക്കെ തന്നെ നോക്കിയാൽ അറിയാം, ഒരു വഴുതനയുടെ ചുവട്ടിൽ 3-4 വഴുതനയാണ് തൈയാണ് നട്ടിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം, ഇത് മുഴുവൻ വഴുതന അകലം പാലിക്കാതെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ സാധാരണ ഇതൊരു എന്താ പറയുക, ഒരു വനം പോലെ ഇത് വളരും, നന്നായിട്ട് കെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അക്വാപോണിക്സ് പോലുള്ള കൃഷി രീതികൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം, മുളക് ഒക്കെ നമ്മൾ ഗ്രോബട്ടിൽ നൈട്രേറ്റ് റിമൂവിൻ്റെ ഭാഗമായിട്ട് ധാരാളം തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കയറി വരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, മുളകിൽ കായൊക്കെ ഇട്ട് പൂവും കായും ഒക്കെയായി നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. ഇതിലൊക്കെ നോക്കിയാൽ പടവലമൊക്കെ പടന്ന് കയറി വരുന്നു. രണ്ടാമത് തൈ വെച്ച വഴുതന തൈയൊക്കെ കയറി വരുന്നു. ഗ്രോബട്ടിൽ ധാരാളം തൈകൾ നമുക്ക് ആവശ്യമാണ് ഈ നൈട്രേറ്റ് റിമൂവിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവർ അവിടെ മത്സരിച്ച് വളർന്നോളും. അപ്പോൾ നമ്മളത് നോക്കുന്നില്ല. അകലം പാലിക്കലൊന്നും ഇതിൻ്റെ അകത്ത് ആവശ്യമില്ല. സാധാരണ കൃഷിയിൽ നമ്മൾ ചെയ്യുന്ന യാതൊരു വിധമായ മാനദണ്ഡങ്ങളും നമ്മൾ അക്വാപോണിക്സിൽ പാലിക്കുന്നില്ല. നൈട്രേറ്റ് റിമൂവൽ എന്നുള്ളൊരു ഒരു ഇതിന് മാത്രം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തൈകൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പച്ചക്കറി ഒക്കെ നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ അക്വാപോണിക്സ് രീതിയിലുള്ള കൃഷി രീതികൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം പച്ചക്കറി നമുക്ക് ലഭിക്കും. പിന്നെ കുറച്ച് കീടാക്രമണമൊക്കെ ഉണ്ടാകും. ഈ കായ്ച്ചയുടെയൊക്കെ ഇപ്പോൾ കുക്കുംബറും ഒക്കെ വരുമ്പോൾ കുറച്ച് കായ്ച്ച കുത്തും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കായ്ച്ചക്കണിയൊക്കെ വെക്കുക എന്നുള്ളതേ ഉള്ളൂ മാർഗം. പിന്നല്ലേ കവർ കുത്തിയിടുക. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാലറിയാം, പാവലിലൊക്കെ പാവയ്ക്കായി കുക്കുംബറും പാവലും പയറും എല്ലാം ഒരേ രീതിയിൽ ആണ് കയറ്റി വിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഉദ്ദേശം നൈട്രേറ്റ് റിമൂവലാണ്, അല്ലാതെ മറ്റ് ഘടകങ്ങളൊന്നുമല്ല. പക്ഷേ അതൊന്നും ഈ ചെടിക്ക് ഇതിൻ്റെ ചുവട്ടിൽ വളവും വെള്ളമൊക്കെ ധാരാളം ലഭിക്കുന്നതിനാൽ ഇവർ നന്നായിട്ട് പടന്ന് കയറി കായ്ച്ച് നമുക്ക് ഫലം തരും. അക്വാപോണിക്സിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ മത്സ്യക്കുളങ്ങളൊക്കെ വെറുതെ കിടക്കുന്ന ആൾക്കാർ ചെറിയ രീതിയിൽ അക്വാപോണിക്സ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്താൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി ധാരാളം ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ കുക്കുംബറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊട്ടിക്കാറായ കുക്കുംബറാണ്. നമുക്ക് അന്നത്തേക്കുള്ള കുക്കുംബറൊക്കെ കിട്ടും. ഓരോ പയറൊക്കെ പൂവിട്ട് കാ പിടിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ പടവലം ഇട്ടിട്ടുണ്ട്. പടവലത്തേലൊക്കെ നമുക്ക് കായായി തുടങ്ങി. അപ്പോൾ അക്വാപോണിക്സിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ധാരാളം പച്ചക്കറി ലഭിക്കും. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ നമുക്ക് ഒരു അക്വാപോണിക്സ് യൂണിറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കാര്യം ബക്കറ്റ് പോലുള്ള, ഇപ്പം ഞങ്ങളിവിടെ ബക്കറ്റ് സിസ്റ്റം കൂടെ ചെയ്യാനായിട്ട് ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അത് പതിയെ ചെയ്യണം. എല്ലാം ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബക്കറ്റിൻ്റെ അകത്തും
ഒക്കെ ആയിട്ട് ചെയ്യാം. അതുപോലെ NFT പോലെയുള്ള രീതിയിലുമൊക്കെ ചെയ്യാം. അതിന് കുറേ പരിമിതികളുണ്ട് NFT സിസ്റ്റം ഒക്കെ ചെയ്യുമ്പോൾ. ഇവിടെ പൈപ്പ് ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെയാണ് അക്വപോണിക്സിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ നമ്മുടെ അയൽവക്കത്തുള്ള സുഹൃത്തുക്കളും ഒക്കെ വന്ന് അവർ നേരിട്ട് ഫാമിൽ നിന്ന് ചീരയും അതുപോലെ പച്ചക്കറിയും ഒക്കെ കട്ട് ചെയ്ത് അവർക്കും അവരുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ കൊടുക്കുമ്പം നമുക്കും ഒരു സന്തോഷം, അവർക്കും ഒരു സന്തോഷം. കാര്യം വിഷമില്ലാത്ത ശുദ്ധമായ ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികൾ ലഭിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ അപൂർവമാണ്. കാര്യം എല്ലാവരും കൃഷി വലിയ ഒരു ബുദ്ധിമുട്ടുള്ള പ്രോസസ്സായിട്ട് പറയുന്നു. അപ്പോൾ നേരിട്ട് വന്ന് ഫാമിൽ വന്ന് ഇതുപോലെ കാ പൊട്ടിച്ച് ഒടിച്ച് ഒക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത, നമ്മുടെ ഫാമിൽ വന്ന് ഇത് പൊട്ടിച്ച് അവർ കഴിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷവും ഒക്കെ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ്. കാര്യം നേരിട്ട് കഴിക്കാം, വിഷമൊന്നും തളിക്കാത്തതാണ്. പിന്നെ കീടങ്ങളുടെ ചെറിയ ആക്രമണമൊക്കെ ഉണ്ട്. അതൊക്കെ വലിയതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. കാര്യം ഓർഗാനിക്കായിട്ടുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തളിക്കുകയും കൃത്യമായിട്ട് ഇത് ചെയ്യുന്നതാണ്. വലിയ പ്രശ്നമൊന്നുമില്ല. അതുപോലെ കായ്ച്ചക്കണി ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അക്വപോണിക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ കൃഷിയോട് സ്നേഹമുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഇതിൻ്റെ മുന്നിൽ സൂചിപ്പിച്ചതുപോലെ മണ്ണിൽ പണിയെടുക്കാതെ വളവും വെള്ളവും ഒന്നും ഇത് ചെയ്യാതെ സാധാരണ കൃഷിയിൽ ധാരാളം നല്ല പണി എടുക്കേണ്ടി വരും. അതൊന്നും വേണ്ട. ചെറിയൊരു യൂണിറ്റ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഒരു ബക്കറ്റ് സിസ്റ്റമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. കാര്യം പലരും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതിന് പിന്മാറുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് ചാണകം അന്വേഷിച്ച് പോകണം, ആട്ടുംകാട്ടം അന്വേഷിച്ച് പോകണം, കോഴിവളം അന്വേഷിച്ച് പോകണം. ഇതെല്ലാം അന്വേഷിച്ച് ഇതിന് ഇളക്കി മണ്ണൊരുക്കി ഇതെല്ലാം ചെയ്യുമ്പോൾ പലർക്കും ഈ ജോലി തിരക്കുകൾക്കിടയിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ അക്വപോണിക്സ് പോലുള്ള കൃഷി രീതികൾ നമ്മൾ ചെയ്യുമ്പോൾ പണി കുറവാണ്. ഇത്തരത്തിലുള്ള പണികളൊന്നുമില്ല. അപ്പോൾ താല്പര്യമുള്ളവർ ഇതൊക്കെ ഒന്ന് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.